വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ കമ്പനിയുടെ ഏകപക്ഷീയ നിലപാടിനെതിരെ കോൺഗ്രസ് ടോൾ കമ്പനി ഓഫീസ് ഉപരോധിച്ചു. ഈ മാസം 1 മുതൽ 5 കിലോമീറ്റർ ചുറ്റളവിന്റെ പുറത്തുള്ളവരുടെ വാഹന ഉടമകൾ ടോൾ നൽകണമെന്നാണ് കമ്പനിയുടെ തീരുമാനം. എന്നാൽ നിലവിലുള്ള സൗജന്യം തുടരണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർ ഓഫീസിലേക്ക് എത്തിയത്. എന്നാൽ ടോൾ അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും കമ്പനിയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഓഫീസ് ഉപരോധിച്ചത്. ടോൾ കമ്പനി നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരം ടോൾ മുഖത്ത് സംഘടിപ്പിക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ മാസം കമ്പനിയുടെ നിലപാടിനെതിരെ പി സുമോദ് MLA ഉൾപ്പെടെ പങ്കെടുത്ത സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഫെബ്രുവരി 5-നകം MP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഇവിടെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് മീറ്റിംഗ് ചേരാനോ കമ്പനിയുമായി ചർച്ചയ്ക്കോ ആരും വന്നില്ല. അതിനാൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യയാത്ര അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ടോൾ കമ്പനി തന്നെ അറിയിച്ചിരുന്നു. ഇതിന് ആവശ്യമായ രേഖകൾ ഫെബ്രുവരി 15-ന് മുൻപ് ടോൾ ഓഫീസിൽ എത്തിക്കണമെന്നും കമ്പനി അറിയിച്ചിരുന്നു. ഇതിനോടകം 1800ഓളം വാഹന ഉടമകൾ രേഖകൾ ഹാജരാക്കിയിരുന്നതായും ടോൾ കമ്പനി പറയുന്നുണ്ട്. എന്നാൽ നിലവിലെ 6 പഞ്ചായത്തുകളിൽ നിന്നുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് സൗജന്യം തുടരണമെന്നാണ് രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ടും ഇതിൽ പറഞ്ഞ അതേ കാര്യങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. യാതൊരുവിധ ഇടപെടലുമില്ല. സ്ഥലം MP ആണെങ്കിലും ശരി, MLA ആണെങ്കിലും ശരി, സ്റ്റേറ്റ് ഗവൺമെൻറ്റും പാലിയേറ്റീവ് കരയിൽ ഇതേപോലെ ജനപ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം സംയുക്തമായി സമരം ചെയ്തിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വകുപ്പ് മന്ത്രിയാണെങ്കിലും ശരി, ഈ ടോൾ കൊടുക്കുന്ന അതേ പാണഞ്ചേരി പഞ്ചായത്തിലെയാണ് റവന്യൂ മിനിസ്റ്റർ ഉള്ളത്. അദ്ദേഹം ഇടപെടുന്നില്ല, മുഖ്യമന്ത്രി ഇടപെടുന്നില്ല. ഇനിയും 17-ാം തീയതിക്ക് ഇന്നത്തെ പത്രത്തിൽ MLAയുടെ പ്രസ്താവന വായിക്കാൻ കഴിഞ്ഞത് ഈ 17-ാം തീയതിക്ക് ശേഷം ഞാൻ മറുപടി പറയാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇത് കണ്ടില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ജനപ്രതിനിധികളുടെ നേർക്ക് ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ പരിപാടി. UTV ന്യൂസ്, പാലക്കാട്.